കടമെടുപ്പ് പരിധി കൂട്ടണമെങ്കിൽ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്രം. ഹർജി പിൻവലിച്ചാൽ 13,600 കോടി വായ്പയായി നൽകാമെന്നും കേന്ദ്രം. കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. എസ് നാദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, വിശദാംശങ്ങൾ. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഈ ഹർജി പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി 13,600 കോടി രൂപ വായ്പയായി നൽകാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിന്മേൽ ചർച്ചയാകേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടും കേന്ദ്രവും അതേപോലെ തന്നെ കേരളവും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പുറത്ത് ചർച്ച നടന്നിരുന്നു. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും അതേപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച അത് ആശ്വാസകരമായില്ല എന്നായിരുന്നു അതിനുശേഷം ധനമന്ത്രി വ്യക്തമാക്കിയത്. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിൽ കേരളം നൽകിയിരിക്കുന്ന ഈ ഹർജി പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി 13,600 കോടി നൽകാമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേസ് 6, 7 തീയതികളിലേക്ക് ഇപ്പോൾ വാദം കേൾക്കാൻ വേണ്ടി മാറ്റിയിട്ടുമുണ്ട്. ശരി.